എടാ മോനെ, 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് 120 സെക്കൻഡ് മാത്രം ഇങ്ങോട്ട്. നിങ്ങൾക്ക് നഷ്ടാവില്ല, ഉറപ്പ് പറയാണ്. ഒരു 120 സെക്കൻഡ് മാത്രം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ ലേൺലിയുടെ HSA ഫിസിക്കൽ സയൻസിൻ്റെ കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താക്കാണ്, HSA ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുമായിട്ട് വരികയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ്, മോഡേൺ ഫിസിക്സിലേക്ക് കയറി പോവാണ്. ചെറിയൊരു ടോപ്പിക്കാണ്. അത് ചെറിയൊരു ടോപ്പിക്കിന് നമ്മൾ എന്താക്കാണ്, ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ എന്താണ് കീറി മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏവർക്കും ലേൺലിയുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എവിടത്തേക്കാണ് പോകുന്നത്? മോഡേൺ ഫിസിക്സിലോട്ടേക്കാണ് പോകുന്നത്. ഫസ്റ്റ് കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടടാ. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യമായിട്ട് നമുക്കറിയാം, ബേസിക്കലി ലൈറ്റ് എന്ന് വെച്ചാൽ എന്താടാ? നമ്മൾ ലൈറ്റ് ഇല്ലേ, പല കളറിലെ ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിലാണെങ്കിൽ എന്തുണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട് ഇല്ലേ? ലൈറ്റ് ഇല്ലാണ്ട് എന്തായാലും ഒന്നും നടക്കില്ല. ലൈറ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. നമ്മൾ ലൈറ്റാണ്. ഈ ലൈറ്റ് എന്ന് വെച്ചാൽ എന്താടാ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. EM വേവ് എന്ന് ഞാൻ എഴുതാണ്. ഈ ലൈറ്റിന് ശ്രദ്ധിക്കണേ, ഈ ലൈറ്റിനെ ഒരാൾക്ക് വേണമെങ്കിൽ പാർട്ടിക്കിളുമായിട്ട് ട്രീറ്റ് ചെയ്യാം, വേവുമായിട്ട് ട്രീറ്റ് ചെയ്യാം. ഞാൻ ഒരു കുട്ടീനോട് പറയാണ്, ലൈറ്റ് പാർട്ടിക്കിളാന്ന് പറഞ്ഞാൽ എനിക്ക് എന്താക്കാൻ പറ്റും? ആ പാർട്ടിക്കിൾ നാച്ചർ ഒബേ ചെയ്യുന്ന കുറേ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഫിനോമിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ലൈറ്റ് വേവാണെന്ന് നമുക്ക് വേണമെങ്കിൽ എന്താണ് ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ലൈറ്റിന് വേവ് ക്യാരക്ടർ ഉണ്ടെന്ന് അതിനെ സാധൂകരിക്കുന്ന, അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന കുറേ എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കുക, ലൈറ്റ് വേവാണെന്ന് പറഞ്ഞ് എനിക്കൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന 3 ഫിനോമിനയാണ് എന്താടാ? ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, അതേപോലെ എന്താണ് പോളറൈസേഷൻ. ഈ 3 ഫിനോമിനയും ലൈറ്റിൻ്റെ വേവ് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതേപോലെ നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ച 2 ഫിനോമിന ഉണ്ട്, ഓർമ്മ ഉണ്ടോ? ലൈറ്റിൻ്റെ ബേസിക്കായിട്ട് എല്ലാവരും പഠിക്കുന്നതാണ് റിഫ്ലക്ഷനും അതേപോലെ എന്തുവാടാ റിഫ്രാക്ഷനുമാണ്. റിഫ്രാക്ഷനും ഈ 2 ഫിനോമിനും നോക്കുക. ഈ 2 ഫിനോമിനവും നമുക്ക് വേണമെങ്കിൽ ഒരു കുട്ടിക്ക് ലൈറ്റ് വേവാണെന്നും അതേപോലെ എന്താടാ ലൈറ്റ് പാർട്ടിക്കിളാണെന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് പാർട്ടിക്കിളാണെന്ന് പറഞ്ഞിട്ട് റേ ഡയഗ്രാം വെച്ചിട്ട് ഒരു കുട്ടീനെ റിഫ്ലക്ഷൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഇനി ലൈറ്റ് വേവാണെന്ന് പറഞ്ഞിട്ട് റിഫ്ലക്ഷൻ ഹൈജൻസ് വേവ് തിയറി ഉപയോഗിച്ചിട്ട് എന്താക്കാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി റിഫ്രാക്ഷൻ്റെ കേസിലോ ഇതേത് തന്നെയാണ്. അപ്പോൾ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ ക്യാരക്ടറും വേവ് ക്യാരക്ടറും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന 2 ഫിനോമിനയാണ് എന്ത്, റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. ഓർമ്മിച്ചേക്കണം, 2 നാച്ചർ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞത് വേവ് നാച്ചർ വെച്ച് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എനിക്ക് സംശയം ഉണ്ടാവും, ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നാച്ചർ വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റ് ഉണ്ടോ, ഫിനോമിന ഉണ്ടോ? ആ ഫിനോമിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഇന്ന് ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദർ ആർ അതർ എക്സ്പെരിമെൻറ്റ് വിച്ച് സജസ്റ്റ് പാർട്ടിക്കിൾ നാച്ചർ ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നാച്ചർ വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഫിനോമിനയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ആ ഫിനോമിനയാണ് എന്തടാ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ആ ഫിനോമിനയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നമ്മൾ പഠിച്ചതാണ്. ഒക്കെ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ വെച്ച് എന്താക്കാണെന്ന് അനലൈസ് ചെയ്യാൻ പോവാണ് അല്ലേ? ചിലപ്പം നമ്മൾ മനസ്സിലാക്കിയ കൺസെപ്റ്റിൽ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. എന്താക്കാണ് നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധിക്കാം, വെൻ ലൈറ്റ് ഓഫ് സഫീഷ്യൻ്റ്ലി ഹൈ ഫ്രീക്വൻസി ഓർ ലോ വേവ് ലെങ്ത് ഫോൾസ് ഓൺ എ മെറ്റൽ സർഫസ് ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ബൈഹാർട്ട് പഠിച്ചിട്ടൊരു കാര്യമില്ല, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാണ്. ആ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് PSCൻ്റെ ചോദ്യം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ആദ്യം എന്താക്കാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലോട്ടൊക്കെ പോകുന്നതിൻ്റെ മുമ്പിൽ ഞാൻ ലൈറ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നാച്ചർ അല്ലെങ്കിൽ ചെറിയ പാർട്ടിക്കിൾ നമ്മൾ എന്താ വിളിക്കുക, ഫോട്ടോ എന്നാണ് വിളിക്കുക. ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നാച്ചർ കൺസിഡർ ചെയ്യുമ്പോൾ ലൈറ്റ് നമ്മൾ എന്താണ് ഫോട്ടോ എന്നുള്ള പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യാണ്. ഈ ഫോട്ടോൻ്റെ എനർജി ശ്രദ്ധിക്കണേ, ഈ ഫോട്ടോൻ്റെ എനർജി നമ്മൾ എന്താ ചെയ്താൽ hμ ആണ്. hμ അല്ലെങ്കിൽ ഒന്നും കൂടി ഏതാണെങ്കിൽ എന്തായിട്ട് മാറുക, hc/λ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാണ്, μ എന്തായിരിക്കും, ഫ്രീക്വൻസി ആയിരിക്കും, c സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, ലാംഡ എന്താണ്, വേവ് ലെങ്ത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം h-ൻ്റെ വാല്യൂ, h = 6.626 × 10⁻³ ജൂൾസ് സെക്കൻഡ് ആണ്. ഇനി c എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, അതിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ എഴുതി 3 × 10⁸ m/s. നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലേക്ക് പോയിട്ടില്ല. ഞാൻ എന്താക്കാണ്, നമുക്ക് വേണ്ട 2 ന്യൂമറിക്കലിൻ്റെ വാല്യൂസ് ഇവിടെ എഴുതി വെക്കാം. ഇനി h × c
ഇല്ലേ? ആ എച്ച് ഇൻറ്റു സീൻ്റെ വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. എച്ച് ഇൻറ്റു സി എന്ന് വെച്ചാൽ ഒന്നുമില്ല, 1242 ഇലക്ട്രോ വോൾട്ട് നാനോമീറ്ററാണ് ആക്ച്വൽ വാല്യൂ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇലക്ട്രോ വോൾട്ടിലേക്ക് 1.6 × 10⁻⁻⁹ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത്, കൺവേർട്ട് ചെയ്താൽ കിട്ടുന്നത്. നാനോമീറ്റർ ഇലക്ട്രോ വോൾട്ട് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കിട്ടുക, അതാ കിട്ടുക. ഓക്കെ, അത് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കും? 1240 ഇലക്ട്രോ വോൾട്ട് എന്താണ്? നാനോമീറ്ററാണ്. 1240 ഇലക്ട്രോ വോൾട്ട്, പിന്നെ അതേപോലെ എന്തുകൊണ്ടടാ? നാനോമീറ്റർ. ഈ വാല്യൂ നിങ്ങൾ ഓർമ്മിച്ചേക്കണം, എച്ച് സിൻ്റെ വാല്യൂ. ഓക്കെ, അതുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും? പ്രോബ്ലംസ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ ഫോട്ടോണിൻ്റെ എനർജീൻ്റെ ഇക്വേഷൻ എന്താ? എച്ച് മ്യൂ അല്ലെങ്കിൽ എന്താടാ? എച്ച് സി ബൈ ലാംഡയാണ്. ഇനി നമ്മൾ എന്താക്കാണ്? എച്ച് മ്യൂ അല്ലെങ്കിൽ എച്ച് സി ബൈ ലാംഡയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താക്കാണ് പഠിക്കാൻ പോവാണ്. വെൻ ലൈറ്റ് ഓഫ് സഫിഷ്യൻ്റ്ലി ഹൈ ഫ്രീക്വൻസി ഓർ ലോ വേവ് ലെങ്ത് എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഫ്രീക്വൻസി ഹൈ ആയിരിക്കണം, അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്തായിരിക്കണടാ? ലോ ആയിരിക്കണം. രണ്ടിൻ്റെ മീനിങ് ഒന്നാണ്. വരുന്ന റേഡിയേഷൻ അത്യാവശ്യം എന്തുണ്ടാവണടാ? എനർജി ഉണ്ടാവണം, സഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി ഉണ്ടാവണം. ഫ്രീക്വൻസി കൂടിയാൽ എനർജി കൂടിയും, വേവ് ലെങ്ത് കുറഞ്ഞാൽ എന്താവും? എനർജി കൂടും, അല്ലേ? ഡിനോമിനേറ്ററിലാണ് വേവ് ലെങ്ത് വരുന്നത്. നമ്മൾ ആ ഇക്വേഷൻ അറിയാം, ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ ആണ്, അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു എന്താണ്? എച്ച് സി ബൈ ലാംഡയാണ്. ലാംഡ കുറയുമ്പം ഈ കൂടും, മ്യൂ കൂടും, ആര് കൂടും? ഈ കൂടും. ഇത് ന്യൂമറേറ്ററിലാണ് വരുന്നത്, ഇത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്, അല്ലേ? അങ്ങനെ നമ്മൾ ഇതിൻ്റെ കൺസെപ്റ്റിലോട്ടേക്ക് പോവാണ്. നോക്കിയേ, ഇതെൻ്റെ ഒരു മെറ്റൽ സർഫസാണ്. മെറ്റൽ സർഫസായിട്ട് ഞാൻ എന്താ? മെറ്റലല്ല, ഞാൻ തൽക്കാലം എന്തെടുക്കടാ? നമുക്കെടുക്കാം. ഞാൻ എന്തെടുത്ത്? പൊട്ടാതെ വേണ്ട സി സി എടുത്ത്. സി സി എടുക്കാൻ ഒരു കാരണമുണ്ട്. ചില ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നൊരു മെറ്റീരിയലാണ് എന്ത്? മെറ്റലാണ് എന്ത്? സി സി. ഞാൻ പറയുകയാണ്, ഈ സി സി എത്തിൻ്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? ആക്ച്വൽ വർക്ക് ഫംഗ്ഷൻ സി സി എത്തിൻ്റെ 2.14 ഇലക്ട്രോ വോൾട്ടാണ്. ബൈ ഹാർട്ട് പഠിക്കണം. കാരണം വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ പറയാം, വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളെന്താക്കാണ്? ഒരു ലൈറ്റ് ബീം വരികയാണ്, ലൈറ്റ് ബീം വരുന്നുണ്ട്. വർക്ക് ഫംഗ്ഷൻ്റെ കൺസെപ്റ്റാണ്. വർക്ക് ഫംഗ്ഷൻ പറഞ്ഞിട്ട് ഫോട്ടോ ഇലക്ട്രിക്കിലേക്ക് ഇടാം. ഒരു ലൈറ്റ് ബീം വരുന്നുണ്ട്, 3 ലൈറ്റ് ബീമാണ് വരുന്നത്. 3 ലൈറ്റ് ബീമിൻ്റെയും എനർജി ഞാൻ എന്ത് പറയുകയാണ്? 3 ലൈറ്റ് ബീമിൻ്റെ എനർജി എന്ന് പറയുകയാണ് 2.10 എന്ന് പറയുകയാണ്. 10 ഇലക്ട്രോ വോൾട്ട്. ഈ സി സി എത്തിലേക്ക് 2.10 ഇലക്ട്രോ വോൾട്ടുള്ള 3 ബീം വന്ന് നോക്കും. അവിടെ നിന്ന് എന്താണെന്നില്ലടാ? ഒരു ഇലക്ട്രോണും പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇതിൻ്റെ എന്ത് മാറ്റുകയാണ്? എനർജി മാറ്റുകയാണ്, അല്ലേ? 2.10 മാറ്റി ഞാൻ എന്താക്കി നോക്കിയടാ? എന്താക്കി ശ്രദ്ധിക്കണേ, ഞാൻ എന്താക്കി മാറ്റാണ്? 1.96 ഇലക്ട്രോ വോൾട്ട് എന്ന് കൊടുക്കുകയാണ്. എനർജി ഒന്ന് കുറച്ച് നോക്കി. ആ കേസിൽ അവിടെ എന്തില്ലടാ? ഇലക്ട്രോണിൻ്റെ ഇജക്ഷൻ ഇല്ല, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഞാൻ എന്താക്കി? എനർജി കൂട്ടി ഒരു 2.14 ഇലക്ട്രോ വോൾട്ടാക്കി. 2.14 ഇലക്ട്രോ വോൾട്ടാകുമ്പോൾ അവിടെ നിന്നാണ് പതിയെ ഒരു ഇലക്ട്രോൺ എന്താക്കുകയാണ്? അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ എന്താക്കുകയാണ്? ജസ്റ്റ് പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യുകയാണ്. എന്നാലും 3 ബീം വരുമ്പോൾ 4 ഇലക്ട്രോൺ പുറത്തോട്ടേക്ക് വരില്ല. 3 ബീം വരുന്നുണ്ടെങ്കിൽ 3 ഇലക്ട്രോൺ ചിലപ്പോൾ പുറത്തോട്ടേക്ക് വരാം, ചിലപ്പോൾ 2 വരാം, ചിലപ്പോൾ 1 വരാം. എന്തായാലും 3 കൂടുതൽ ഇലക്ട്രോൺ എന്താവില്ല, അവിടുന്ന് പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യില്ല. ഞാൻ പറയാം 2.14 ഇലക്ട്രോ വോൾട്ട് വരുമ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഇലക്ട്രോൺ പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 3 ഇലക്ട്രോൺ പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. 3 ബീം വരുന്നതുകൊണ്ട് 3 പുറത്തോട്ടേക്ക് വരാൻ പോസിബിലിറ്റി ഉണ്ട്, അല്ലേ? ആ ജസ്റ്റ് പുറത്തേക്ക് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജീനെ നമ്മൾ എന്ത് വിളിക്കുക? വർക്ക് ഫംഗ്ഷൻ. ഒരു സർഫസിന് ജസ്റ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്ന് ഫോൾ ചെയ്യും അല്ലെങ്കിൽ വീഴുമ്പോൾ അവിടുന്ന് ഇലക്ട്രോണെ ജസ്റ്റ് പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജീനെ നമ്മൾ എന്ത് വിളിക്കുക? അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ആ മിനിമം എനർജിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? വർക്ക് ഫംഗ്ഷൻ വിളിക്കുക. മിനിമം എനർജി റിക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം മെറ്റൽ സർഫസ്, ഇല്ലേ? അപ്പോൾ ഇവിടെ 2 വാല്യൂ നിങ്ങൾ പഠിക്കണം. വർക്ക് ഫംഗ്ഷന് 5 എന്നാണ് കൊടുക്കുക. 5 cesium ഇത്രയാണ് 2.14 ഇലക്ട്രോ വോൾട്ടാണ്. ഇത് SSCൻ്റെ ഏതോ ഒരു സയൻറ്റിഫിക് ഓഫീസറിന് കഴിഞ്ഞ ഇയറിലൊരു ആൻസറായിട്ട്. വർക്ക് ഫംഗ്ഷൻ ഏറ്റവും മിനിമമായിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചത്. വർക്ക് ഫംഗ്ഷൻ ഏറ്റവും മിനിമമായിട്ടുള്ള മെറ്റീരിയൽ എന്ന് വെച്ചാൽ ആരാണ്? CC ആണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ വാല്യൂ 2.15 ഇലക്ട്രോ വോൾട്ടും കാണുന്നുണ്ട്. അപ്പോൾ ജനറലായിട്ട് നമ്മൾ നോക്കി നോക്കുമ്പോൾ പല മെറ്റീരിയലും കാണുന്നത് എത്രയാണ്? 2.14 ഇലക്ട്രോ വോൾട്ട് തന്നെയാണ്. അപ്പോൾ ആ റേഞ്ചിൽ തന്നെയാണ് വരിക. ഒന്നെങ്കിൽ 2.14 ഓപ്ഷൻ ഉണ്ടാവും, 2.15 ഉണ്ടാവും. 15 കണ്ട് വരുന്നുണ്ട്, അല്ലേ? അതേപോലത്തെ എന്താണ്? ഫ്രാൻസിയം ഉണ്ട്. സീസിയത്തിൻ്റെ അടിയിൽ വരുന്ന എലമെൻ്റാണ് ഫ്രാൻസിയം. അതിൻ്റെ 5.46 ഇലക്ട്രോ വോൾട്ട് എന്നാണ് കാണുന്നത്. അതിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ പറയാൻ കാരണം
വർക്ക് ഫംഗ്ഷൻ മാക്സിമം ആയിട്ടുള്ളൊരു എലമെൻ്റ് ഏതാ? ഫ്രാൻസിയാണ്. സീസിയത്തിന് മിനിമമാണ്, ഫ്രാൻസിയത്തിന് എത്രയാണ്? മാക്സിമമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഐഡൻറ്റിഫൈ വിച്ച് എലമെൻറ്റ് ഹാവ് മിനിമം വർക്ക് ഫംഗ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ സി ഉണ്ടാവും. ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി കുത്താം. ഇനി 4 എലമെൻറ്റ് തരും. ഐഡൻറ്റിഫൈ വിച്ച് എലമെൻറ്റ് ഹാസ് ഹയസ്റ്റ് വർക്ക് ഫംഗ്ഷൻ എന്ന് ചോദിക്കും. അപ്പോൾ ഓപ്ഷനിൽ ഫ്രാൻസി ഉണ്ടെങ്കിൽ ആരെന്നെയാണ്? ഫ്രാൻസിയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൽ മിനിമം സി ആണ്, ഫ്രാൻസി എത്രയാണ്? 5.46 ഇലക്ട്രോ വോൾട്ട്. നമ്മൾ SCRTൻ്റെ ടേബിൾ ഉണ്ട്, കുറേ എലമെൻറ്റ് ടേബിൾ അവിടെ ആ ചാപ്റ്ററിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ള 2 എലമെൻ്റാണ്. ഒന്ന് മിനിമം സി ആണ്, മാക്സിമം ആരാണ്? ഫ്രാൻസിയാണ്. അപ്പോൾ ഈ 2 ഡാറ്റ എന്താക്കുക? ഓർമ്മിച്ചേക്കാം. നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ പ്രോബ്ലവും ഗ്രാഫും ഒക്കെ പഠിച്ചു പോകുമ്പോൾ ചിലപ്പം ക്വസ്റ്റ്യൻ എന്താ ഉണ്ടാവുക? ഈ 2 വാല്യൂ ബേസ് ചെയ്തിട്ട് മാത്രമേ ഉണ്ടാവൂ. ഒന്നിന് മിനിമാണ്, ഒന്നിന് എന്താടാ? മാക്സിമാണ്. പ്രശ്നമാവോ? ഇത് നമുക്ക് എന്താക്കാൻ പറ്റൂ? സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലേക്ക് എത്തിക്കില്ല. നല്ല രസമുള്ള കൺസെപ്റ്റാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റ് അത്യാവശ്യം അടിപൊളിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. നോക്കിയേ, ഇതെൻ്റെ സർഫസാണ്. ഞാൻ CCM മാറ്റി നമുക്ക് കാൽക്കുലേഷന് വേണ്ടി ഞാൻ ഏതോ ഒരു മെറ്റീരിയൽ എടുത്ത് A ആണ്. ഇതിൻ്റെ വർക്ക് ഫംഗ്ഷൻ ഞാൻ പറയുകയാണ് A5. എൻ്റെ വർക്ക് ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്തി? 3 ഇലക്ട്രോ വോൾട്ട് എന്ന് കൊടുത്തു. നോക്കിയേ, 3 ഇലക്ട്രോ വോൾട്ട് എന്ന് കൊടുത്ത് നമ്മൾ എന്താക്കാണ്? കളറ് മാറ്റാണ്. സർഫസും കളറും രണ്ടും മാച്ചാണ്ട ഞാൻ യെല്ലോ കളർ എടുത്തു. ശ്രദ്ധിക്കണേ, ഞാൻ ഇവിടത്തേക്ക് എത്ര ബീം വേണം? നമുക്ക് ഒരു 4 ബീം കൊണ്ടുവരാണ്. 4 ബീം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്നിവിടെ ഇൻസിഡൻറ്റ് ചെയ്യാൻ. 4 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്നിവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. 4 ബീമാണ്, 4 ഫോട്ടോൺ. ഓക്കെ, വരുന്ന ഫോട്ടോണിൻ്റെ എനർജി ഞാൻ എത്ര പറയാണ്? 12 ഇലക്ട്രോ വോൾട്ട് എന്ന് പറയാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഫസ്റ്റ് റേൻ്റെ 12, സെക്കൻഡിൻ്റെയും 12, തേർഡിൻ്റെയും 12, 4ാമത്തെ ഫോട്ടോണിൻ്റെ എനർജി എത്രയാണ്? 12 തന്നെയാണ്. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇലക്ട്രോണിനെ പുറത്തോട്ടേക്ക് എമിറ്റിക്ക് എത്ര മതിയടാ? 3 ഇലക്ട്രോ വോൾട്ട് മതി. 3 ഇലക്ട്രോ വോൾട്ട് മതി. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 4 ഇലക്ട്രോൺ എന്താണുണ്ട്? പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ? 3 ഇലക്ട്രോ വോൾട്ടേ വേണ്ടു, വരുന്നതിന് 12 ഇലക്ട്രോ വോൾട്ട് ഉണ്ട്. അപ്പോൾ പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഉറപ്പ് ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ 3 പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യാം, ചിലപ്പോൾ 2 പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യാം. കാരണം എന്താണ്? ചില കൊളീഷൻ കാരണം ഇലക്ട്രോഡ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ട്രാപ്പ് ആവാനുള്ള ചാൻസ്. ഇറ്റ് മേ കെയിം ഔട്ട് എന്നാണ് പറയാം. ചിലപ്പം പുറത്തോട്ടേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണ് 12 ഇലക്ട്രോ വോൾട്ടിലാണ് വരുന്നത്. അപ്പം നമുക്ക് എന്താണ്? പുറത്തോട്ടേക്ക് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് അത്യാവശ്യം എനർജി കിട്ടും. ആ പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ശ്രദ്ധിക്കണേ. കൈനറ്റിക് എനർജി മാക്സിമം, അതിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ 12 - 3 അല്ലെങ്കിൽ 12 - 3 = എത്ര വരിക? 9 ഇലക്ട്രോ വോൾട്ടാണ്. എത്രയാണ് കിട്ടുന്നത്? 9 ഇലക്ട്രോ വോൾട്ടാണ്. ശ്രദ്ധിക്കണം, നല്ല രസമുള്ള കൺസെപ്റ്റാണ് 9 ഇലക്ട്രോ വോൾട്ട്. നോക്കിയേ, 1 2 3 4 ഇലക്ട്രോൺ അല്ലേ പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ആദ്യത്തെ ഇലക്ട്രോണ് ചിലപ്പോൾ എന്താക്കുക? 9 ഇലക്ട്രോ വോൾട്ട് എനർജി തന്നെ ഉണ്ടാവാം, മാക്സിമം പോസിബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തതിന് ചിലപ്പോൾ എന്തേ ഉണ്ടാവും? 5 ഇലക്ട്രോ വോൾട്ട് എനർജി കിട്ടിയിട്ടുണ്ടാവും. ബാക്കി 4 ഇലക്ട്രോ വോൾട്ട് കൊളീഷൻ കാരണം എന്താവും? നഷ്ടപ്പെട്ടു. ഇനി അടുത്തതിന് ചിലപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടാവും? 4.4 ഇലക്ട്രോ വോൾട്ടേ കിട്ടിയിട്ടുണ്ടാവും. ബാക്കി കൊളീഷനോ എന്തെങ്കിലും കാരണം എന്താണെന്നുണ്ട് അവിടെ നിന്ന് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇനി അവസാനത്തെ ഇലക്ട്രോണ് ചിലപ്പോൾ എത്ര കിട്ടുക? 9 ഇലക്ട്രോ വോൾട്ട് തന്നെ കിട്ടുക, അതിനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇവർ 4 ആൾക്കും 9 ഇലക്ട്രോ വോൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ലാണ്ട് എല്ലാ സമയവും എല്ലാ ഇലക്ട്രോണും 9 ഇലക്ട്രോ വോൾട്ട് എന്നുള്ള കൺസെപ്റ്റ് എന്താണ്? തെറ്റാണ്. അവിടെ മാക്സിമം പോസിബിലിറ്റി 9 ആണ്. 0 മുതൽ 9 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എന്താണ്? അവിടെ പോസിബിളാണ് അല്ലേ. അവസാന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി 9 ഇലക്ട്രോ വോൾട്ട് കൊടുത്ത്, അതിന് ചിലപ്പോൾ വേണമെങ്കിൽ എന്താവടാ? 1.2 ഇലക്ട്രോ വോൾട്ടും പോസിബിളാണ്. 0 മുതൽ ഏത് വാല്യൂ ആണെങ്കിലും പോസിബിളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ പുറത്തോട്ടേക്ക് വരുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജീൻ്റെ വാല്യൂ ശ്രദ്ധിക്കണേ. 0 < K എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജിയാണ്. <= എന്താ? കൈനറ്റിക് എനർജി മാക്സിമ. ഈ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ലൊരു കൺസെപ്റ്റാണ്. കുട്ടികളൊക്കെ വിചാരിക്കും എന്താ? പുറത്തോട്ടേക്ക് വരുന്ന എല്ലാ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി മാക്സിമം കൈനറ്റിക് എനർജിയാണ്. അത് തെറ്റാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൈനറ്റിക് എനർജി ഫ്രം 0 to കൈനറ്റിക് എനർജി മാക്സിമം എന്താ പറയുക. അതിൻ്റെ ഇടയിൽ ഏത് വാല്യൂ എന്താക്കാം? തരാം. അതേപോലെ ഇങ്ങനെയും പറയുന്നുണ്ട്,
ഇവിടെ 12 ഇലക്ട്രോ വോൾട്ടുള്ള വന്നാൽ 4 ഇലക്ട്രോൺ പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യുമെന്ന് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 3 എണ്ണം വരാം. 4ാമത്തത് കൊളീഷൻ കാരണം എന്താക്കുക, പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ 2 എണ്ണം വരാം, 2 എണ്ണം എമിറ്റ് ചെയ്യാതിരിക്കാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ശ്രദ്ധിക്കണേ, ഇവിടെ 12 ഇലക്ട്രോ വോൾട്ടിന് പകരം എത്ര വരികയാണ്, 2 ഇലക്ട്രോ വോൾട്ട് വരികയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇവിടുന്ന് ഒരൊറ്റൊരു ഇലക്ട്രോൺ എന്താകാൻ പറ്റില്ല, പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യൂല. ഇനി എന്താണ്, 12 വരികയാണെങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജി 9 ഇലക്ട്രോ വോൾട്ടോട് കൂടി ഇലക്ട്രോൺ പുറത്തോട്ടേക്ക് ഇറ്റ് മേ കെയിം ഔട്ട്, ഇലക്ട്രോണിലേക്ക് പുറത്തോട്ടേക്ക് വരാം. അവിടെ എന്തില്ല, നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പം 4 എണ്ണം വരുന്നതുകൊണ്ട് 4 എണ്ണം മാത്രമേ പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, 5 എണ്ണം എന്തായാലും എന്താവില്ല, പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യൂല. ഇനി ചിലപ്പോൾ 4 വരില്ല, ചിലപ്പോൾ 3 ആയിരിക്കും, 2 ആയിരിക്കും, 1 ആയിരിക്കും. എന്നിരുന്നാലും 4 ഫോട്ടോണാണ് വരുന്നതെങ്കിൽ പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യുന്ന മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം 4 ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ കൈനറ്റിക് എനർജി ഡിസ്ട്രിബ്യൂഷൻ 0 ≤ K ≤ എന്താ, കൈനറ്റിക് എനർജി മാക്സിമം. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം, ഇത് നമ്മൾ ഒഴിവാക്കി. ഓക്കെ, ഇത് നമ്മൾ ഒഴിവാക്കി. ഇത് നമ്മൾ എന്താക്കുകയാണ്, ഒരു ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റുകയാണ്. ഇതിനെ നമ്മൾ ഒരു ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ മുമ്പ് നമുക്കൊരു കൺസെപ്റ്റ് കൂടി വേണം, ഒരു എക്സാമ്പിൾ കൂടി വേണോ, വേണ്ട, ഇതും കൂടി വേണേ പറയാം. ശ്രദ്ധിക്കാനടാ. 3 ഇതിൻ്റെ വർക്ക് ഫംഗ്ഷൻ ഞാൻ പറയുകയാണ്. 5 എത്ര കൊടുക്കുക, 5 എത്ര കൊടുത്ത് 15 ഇലക്ട്രോ വോൾട്ട് എന്ന് കൊടുത്ത്. 5 15 ഇലക്ട്രോ വോൾട്ടാണ്. ശ്രദ്ധിക്കണേ, ഞാൻ ഇവിടെ 3 ഫോട്ടോൺ വരുന്നുണ്ട്. ഫോട്ടോണിൻ്റെ എനർജി ഞാൻ എത്ര പറഞ്ഞടാ, 6 ഇലക്ട്രോ വോൾട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ചോദിക്കും, സാറേ ഇവിടെ 3 ഫോട്ടോൺ വരുന്നില്ലേ, ഒരാളുടെ 6 ആണ്, രണ്ടാമത്തോ 6, മൂന്നാമത്തോ 6. അപ്പോൾ 6 + 6 = എത്ര ഏതാ, 18 അല്ലേ, 18 ഇലക്ട്രോ വോൾട്ട്. ഇവിടുന്ന് ഒരു ഇലക്ട്രോണെ പുറത്തോട്ടേക്ക് ചാടിക്കാൻ എത്ര മതിയടാ, 15 മതി. അങ്ങനെയാണെങ്കിൽ വലിയ 3 കൂടിയിട്ട് ഒരു ഇലക്ട്രോണിനെ പുറത്തോട്ടേക്ക് ചാടിച്ചൂടെ എന്താകുമ്പോൾ ചോദ്യം ചോദിക്കും. ആ കൺസെപ്റ്റ് തെറ്റാണ്. കാരണം എന്താ, 18 ഇലക്ട്രോ വോൾട്ട് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പാർട്ടിക്കിൾ നേച്ചർ പറയാമോ, അറ്റ് എ ടൈം ഒരു ബീം ഒരു ഇലക്ട്രോണ് മാത്രമേ എന്താവുള്ളൂ, ഇൻട്രാക്ട് ചെയ്യുള്ളൂ. ഈ ഒരു ബീം വേറൊരു ഇലക്ട്രോണായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുക, ഈ ഒരു ബീം വേറൊരു ഇലക്ട്രോണായിട്ടാണ് എന്താക്കുക, ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ 3 ബീമും കൂടി ചേർന്നിട്ട് ഒരാളെ ആക്ട് ആക്കി, അല്ലെങ്കിൽ എന്താണ്, ഒരു ഇലക്ട്രോണിനെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് എന്താ, തെറ്റാണ്. അവിടെ പിന്നെ എന്തില്ല, പാർട്ടിക്കിൾ ക്യാരക്ടറില്ല, അത് പിന്നെ ഇതിലേക്ക് പോവാണ്, വേവ് ക്യാരക്ടറിലോട്ടേക്ക് പോവാണ്. മാക്സ്വെല്ലിൻ്റെ വേവ് തിയറീൻ്റെ ഇൻറ്റൻസിറ്റിയോ എനർജിയൊക്കെ നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുക, സൂപ്പർ പൊസിഷൻ വെച്ചിട്ട്. അത് പിന്നെ വേവ് തിയറിയിലോട്ടേക്ക് പോവാണ്. അവിടെ നമ്മൾ എന്താക്കാണ്, പാർട്ടിക്കിൾ നേച്ചർ ഫെയിൽ ആവാണ്. അപ്പോൾ പാർട്ടിക്കിൾ നേച്ചർ വെച്ച് പറയാൻ കാരണം ഇങ്ങനെ നോക്കുമ്പോൾ എന്താണെന്നില്ല, ഇവിടുന്ന് 6 ഇലക്ട്രോ വോൾട്ട് വരികയാണെങ്കിൽ എന്താണില്ല, ഇവിടുന്ന് ഇലക്ട്രോൺ പുറത്തോട്ടേക്ക് എന്തായാലും വരില്ല. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് തെറ്റാണ്. എന്താണ്, 6 ഇലക്ട്രോ വോൾട്ടിൻ്റെ പുറത്തോട്ടേക്ക് വരില്ല. അറ്റ് എ ടൈം ഒരു ഇലക്ട്രോൺ ഒരു ബീം ഒരു ഇലക്ട്രോണായിട്ട് മാത്രമേ, ഒരു ഫോട്ടോൺ എന്താണ്, ഒരു ഇലക്ട്രോണായിട്ട് മാത്രമേ എന്താവുള്ളൂ, ഇൻട്രാക്ട് ചെയ്യുള്ളൂ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എന്താക്കാണ്, നമ്മൾ ഇതിനെന്താക്കാണ്, മാത്തമാറ്റിക്കൽ ഫോമിലോട്ടേക്ക് മാറ്റുകയാണ്. അവിടെ നമുക്ക് എന്തുണ്ട്, ക്വസ്റ്റ്യൻസിൻ്റെ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് നമുക്കൊരു ചെറിയ ഡയഗ്രം വേണം, ചെറുത് മതി. ഇത് വരുന്ന ബീമാണ്, ഇത് പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണാണ്. ഞാൻ തൽക്കാലം ഒറ്റ വരുന്ന ബീമിൻ്റെ ഫ്രീക്വൻസി എന്ത് കൊടുത്ത്, μ കൊടുത്ത്. ഇവിടുത്തെ വർക്ക് ഫംഗ്ഷൻ എന്ത് കൊടുത്തടാ, 5 കൊടുത്ത് അല്ലേ. പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ത് കൊടുത്ത്, KE. പുറത്തോട്ടേക്ക് എമിറ്റ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ എന്ത് കൊടുത്ത, കൈനറ്റിക് എനർജി മാക്സിമം അത് കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താക്കുകയാണ്, ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളിതൊക്കെ പഠിച്ചതാണ്, എന്നാലും നമ്മൾ എന്താക്കും, ഇത് പറഞ്ഞിട്ടേ പോകും ഇല്ലേ. വരുന്ന ഫ്രീക്വൻസീൻ്റെ എനർജി അതിനെന്ത് കൊടുത്ത്, hμ എന്ന് കൊടുത്ത്, മൈനസ് ഇവിടുന്ന് മിനിമം എമിറ്റ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് എന്ത്, വർക്ക് ഫംഗ്ഷൻ, അതിനെന്ത് കൊടുത്ത്, 5 എന്ന് കൊടുത്ത്. ചില ആൾ 50 എന്ന് ചെയ്തു, = കൈനറ്റിക് എനർജി എന്താടാ, മാക്സിമം. ഓക്കെ, ഒരു ഇക്വേഷനായി. ഇനി നമ്മൾ എന്താ വിളിക്കുക, ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻസ് എന്നാണ് വിളിക്കുക. ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻസ്.
നമ്മൾ വിളിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എഴുതുന്ന ഫ്രീക്വൻസി നമ്മൾ മാറ്റി എന്ത് കൊടുത്ത് മ്യൂ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താക്കുക, അവിടെ എന്ത് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നമ്മൾ എന്താക്കുക, ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. ഇവിടെ കൊടുക്കുക ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻസ്. ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻസ്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അല്ലേ. ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എഴുതി Hμ - φ = എന്താടാ, കൈനറ്റിക് എനർജി മാക്സിമം ആണ്. ഒന്നുമില്ല, ഈ ഇക്വേഷൻ എന്താക്കണം, നമ്മൾ ഒന്നും കൂടി മാറ്റിയതാണ്. Hμ- φ എന്താക്കിയതാൻ പറ്റൂ, HμO എന്ന് എഴുതാൻ പറ്റും = കൈനറ്റിക് എനർജി മാക്സിമ അല്ലേ. ഇനി Hμ നമുക്ക് എന്താക്കാൻ പറ്റും, μ = നിങ്ങൾക്കറിയാം, μ = എന്താണ്, c/λയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനെന്താ എഴുതാൻ പറ്റും, hc/λ മൈനസ് hc/λ0 കൈനറ്റിക് എനർജി മാക്സിമം. ചില ബുക്കിൽ ഇങ്ങനെയും കാണും, ½ മാക്സിമ സ്ക്വയർ അല്ലേ. കൈനറ്റിക് എനർജി മാക്സിമം ആണെങ്കിൽ വെലോസിറ്റി എന്താണ്, മാക്സിമം ആണ്. മാസ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. നോൺ റിലാറ്റിവിറ്റി കണ്ടീഷനിൽ മാസ് എന്താടാ, കോൺസ്റ്റൻ്റാണ്. അപ്പോൾ മാസിന് നമ്മൾ എന്താവില്ല, മാക്സിമം വാല്യൂ കിട്ടൂല. അപ്പം എന്ത് കൊടുക്കുക, മാക്സിന് ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കും. വെലോസിറ്റി മാക്സിമം ആവും, കൈനറ്റിക് എനർജി എന്താവും, മാക്സിമം. അപ്പോൾ ഇതാണ് എന്ത് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. വേണമെങ്കിൽ ഇവിടെ HC ഒക്കെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഞാൻ എന്താക്കി, HC കോമൺ ആക്കിയെടുക്കുക. 1/λ - 1/λ0 എന്തായിട്ട് മാറും, KE മാക്സിമം ആയിട്ട് മാറും. ഇങ്ങനെ ഇതിനെന്താക്കാൻ മാറ്റിയത്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. HC - φ = കൈനറ്റിക് എനർജി മാക്സിമം എന്നുള്ളൊരു ഇക്വേഷനാണ്. ഇത് നമ്മളെ രണ്ടാമത്തെ ഇക്വേഷനാണ്. ഇതെന്താണ്, മൂന്നാമത്തെ. ജസ്റ്റ് ഒന്ന് മാറ്റിയിരുന്നു മാത്രമേ. ഓക്കെ, അപ്പോൾ 3 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ഫൈനെ മാറ്റി HμO കൊടുത്ത്, HC/ എന്ത് കൊടുത്ത്, λ0 കൊടുത്ത്. ഈ 3 ഇക്വേഷൻ പഠിക്കുക. ഈ 3 ഇക്വേഷനും ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ എന്താക്കുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് കൺസെപ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്താക്കേണ്ടത്, രസകരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, ഇത് നല്ല അടിപൊളി പ്രോബ്ലമാണ്. നമ്മൾ പ്രീവിയസ് കണ്ട ക്വസ്റ്റ്യനാണ്. ലെറ്റ് P and E denote the linear momentum and energy of a photon. If the wavelength is decreased, both P and E increase. P increases and E decreases. P decreases and E increases. Both P and E decreases. ഇല്ലേ, അപ്പോൾ നോക്കിയേ എന്തൊക്കെയാണ് പറയുന്നടാ. P എന്ന് വെച്ചാൽ മൊമെൻ്റാണ്, E എന്ന് വെച്ചാലോ എനർജിയാണ്. നിങ്ങൾക്കറിയാം, P എന്ന് വെച്ചാൽ മൊമെൻ്റം, E എന്ന് വെച്ചാൽ എന്താടാ, ക്വാണ്ടിറ്റി, എനർജിയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ ആദ്യം എഴുതി വെക്കും, എനർജിയാണ്. നോക്കിയേ, എന്താ പറയുന്നത്, വേവ് ലെങ്ത്ത് ലാംഡ എന്താക്കാണ്, ഡിക്രീസ് ചെയ്യാൻ. അപ്പോൾ എനർജിയും ലാംഡയും നമ്മൾ ഇക്വേഷനാണ് നോക്കി. എനർജി = എന്താ, hc/λയാണ്. ലാംഡ എന്തിലാണ് വരുന്നത്, ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ വേവ് ലെങ്ത്ത് കുറയുമ്പോൾ E എന്താണ്, ഡിനോമിനേറ്റർ നമ്പർ കൂടുമ്പോൾ E എന്താണ്, കൂടണം അല്ലേ. 10/2 ആണോ 10/100 ആണോ വലുത്, 10/2 ആണോ 10/5 ആണോ വലുത്, 10/5 2 ആണ്, 10/2 എത്രയാണ്, 5 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ വലുതാവുമ്പോൾ എന്താവും, ന്യൂമറേറ്റർ നമുക്ക് കിട്ടുന്ന വാല്യൂ കുറയും. പിന്നെ ഡിനോമിനേറ്റർ കുറയുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ എന്താവും, കൂടും. അപ്പോൾ വേവ് ലെങ്ത് ഡിക്രീസ്ഡ് എന്ന് പറയുമ്പോൾ എനർജി എന്താവും, കൂടും. അപ്പോൾ എനർജി കുറയുന്ന ഓപ്ഷൻ എന്തായാലും എന്താ, തെറ്റാണ്. ഈ 2 ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. ഇനി ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്താവുള്ളൂ, ശരിയാവുള്ളൂ ഇല്ലേ. ഇനി PU ഇല്ലേ, നമ്മൾ ഡുവൽ നാച്ചറിൽ മാറ്ററിൻ്റെ ഡുവൽ നാച്ചർ പറയുമ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് പറയുന്നത് അവിടെ പഠിച്ചിട്ടുണ്ട്. P = എന്താ, h/λയാണ്. P = h/λ അല്ലെങ്കിൽ λ = എന്താ, h/p ആണ്. അപ്പോൾ ലാംഡ കുറയുമ്പോൾ P എന്താവണം, കൂടണം. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ബോത്ത് P and E എന്താ, ഇൻക്രീസസ്. Pയും ഇൻക്രീസ് ചെയ്യപ്പെടും, Eയും ഇൻക്രീസ് ചെയ്യപ്പെടും. ഫോട്ടോണിൻ്റെ ബേസിക് പ്രോപ്പർട്ടി ചോദിച്ചാൽ അല്ലേ, E = hc/λ, B = h/λ എന്നുള്ള റിലേഷൻ വെച്ചിട്ടാണ് കൈനെന്ത് ചോദിച്ചത്, ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നല്ല അടിപൊളി ക്വസ്റ്റ്യനാണ്, കുറച്ച് ചിന്തിക്കാനുണ്ട്. ഇത് പല കുട്ടികളും തെറ്റിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 2 photons having equal wavelength have equal linear momentum. Equal energies have equal linear momentum. ലീനിയർ മൊമെൻ്റ് എന്ന് വെച്ചാൽ ലീനിയർ മൊമെൻ്റ് എന്ന് മാത്രമേ മീനിങ് ഉള്ളൂ.
ഇനി ഈക്വൽ ഫ്രീക്വൻസീസ് ഹാവ് ഈക്വൽ ലീനിയർ മൊമെൻ്റ് ആൻഡ് ഫൈനലി ലാസ്റ്റ് ഓപ്ഷൻ എന്താടാ, ഈക്വൽ ലീനിയർ മൊമെൻ്റ് ഹാവ് ഈക്വൽ വേവ് ലെങ്ത്. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഇവിടെ വേവ് ലെങ്ത്തും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ നോക്കുക, ഇവിടെ എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ നോക്കുക, ഇവിടെ ഫ്രീക്വൻസിയോ മൊമെൻറ്റോ നോക്കുക, ഇവിടെ മൊമെൻറ്റോ എന്തും നോക്കുക, വേവ് ലെങ്ത്തും നോക്കുക. ഞാൻ ജസ്റ്റ് ആദ്യം എന്ത് ചെയ്തി, പി ഈസ് ഈക്വൽ ടു h/λയാണ് അല്ലേ. ഈക്വൽ വേവ് ലെങ്ത് ഹാവ് ഈക്വൽ ലീനിയർ മൊമെൻ്റ് എന്നാണ് പറയുന്നത് അല്ലേ. ഈക്വൽ വേവ് ലെങ്ത് ഹാവ് ഈക്വൽ ലീനിയർ മൊമെൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ലാംഡ സെയിം ആണെങ്കിൽ മൊമെൻ്റ് സെയിം ആവൂലേ. ലാംഡ സെയിം ആണെങ്കിൽ അല്ലേ, എച്ച് കോൺസ്റ്റൻ്റ് ആണ്, ലാംഡ സെയിം ആണെങ്കിൽ അല്ലേ, λ1 രണ്ട് വാല്യൂ λ1ഉം λ2, അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന P1ഉം P2ഉം സെയിം ആവണ്ടേ നമുക്ക് സംശയം ഉണ്ടാകും. കാരണം എന്താ, എച്ച് കോൺസ്റ്റൻ്റ് ആണ്, അടിയിൽ ലാംഡ സെയിം ആയിട്ട് വരുന്നത്. ബട്ട് മൊമെൻ്റ് എന്താടാ, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതിന് ഡയറക്ഷൻ ഉണ്ടാവും ഇല്ലേ. ഞാനിങ്ങനെ എഴുതി, ഇവിടെ വേവ് ലെങ്ത് സെയിം ആവുമെങ്കിൽ അതിൻ്റെ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇവിടെ സെയിം ആവുന്നുള്ളൂ ഇല്ലേ. ഡയറക്ഷൻ എന്തും ആവാം, എനിക്ക് 5i നേതാ അല്ലെങ്കിൽ എന്താണ് 5j നേതാ, ഇത് രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ എന്താ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഈക്വൽ വേവ് ലെങ്ത് ഹാവ് ഈക്വൽ ലീനിയർ മൊമെൻ്റ് എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. കാരണം മൊമെൻ്റ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് ഡയറക്ഷൻ ഡിഫറെൻ്റ് ആവാൻ അവിടെ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ, ഈക്വൽ വേവ് ലെങ്ത് ഹാവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലീനിയർ മൊമെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് എന്താ ശരിയാക്കി എടുക്കാമായിരുന്നു. ഓക്കെ, ഇവിടെ ഈക്വൽ ലീനിയർ മൊമെൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മൊമെൻറ്റത്തിന് നമ്മൾ എന്തായി കൺസിഡർ ചെയ്യണോ, വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ തെറ്റാണ്. ഈക്വൽ എനർജി ഹാവ് ഈക്വൽ ലീനിയർ മൊമെൻറ്റ് അല്ലേ. അപ്പോൾ നോക്കിയേ, ഈക്വൽ ഫ്രീക്വൻസീസ് ഹാവ് ഈക്വൽ ലീനിയർ മൊമെൻ്റ്, അതും തെറ്റാണ്. ഈക്വൽ ലീനിയർ മൊമെൻ്റ് ഹാവ് ഈക്വൽ വേവ് ലെങ്ത്, ആ ഓപ്ഷൻ എന്താ ശരിയാണ്. മൊമെൻറ്റം ഈക്വൽ ആണെങ്കിൽ അല്ലേ, മൊമെൻറ്റം വെക്ടറാണ്, രണ്ടിൻ്റെ വെക്ടർ ക്വാണ്ടിറ്റി സെയിം ആണെങ്കിൽ ഇവിടെ ലാംഡയാണ്, അത് നോക്കേണ്ട ആവശ്യമില്ല. ലാംഡ ഓൾറെഡി എന്തായിക്കോളും, സെയിം ആയിക്കോളും അല്ലേ. ശ്രദ്ധിക്കുക, ലാംഡ ഈക്വൽ ടു ഏത് എന്തായിട്ട് മാറും, h/p ആണ് അല്ലേ. രണ്ടാൾ ലീനിയർ മൊമെൻറ്റും സെയിം ആണ്, അങ്ങനെയാണെങ്കിൽ ലാംഡ എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം രണ്ടാളെ വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ലാംഡ എന്തല്ല വെക്ടർ ക്വാണ്ടിറ്റി അല്ല. അതുകൊണ്ട് ഈ ഓപ്ഷൻ എന്താ ശരിയാണ്. ഈക്വൽ ലീനിയർ മൊമെൻ്റ് ഹാവ് ഈക്വൽ വേവ് ലെങ്ത്. ഇനി ഈക്വൽ ഫ്രീക്വൻസി ഹാവ് ഈക്വൽ ലീനിയർ മൊമെൻ്റ് എന്താ തെറ്റാണ്, ആ റിലേഷൻ നോക്കുമ്പോൾ എന്താവും തെറ്റാവും. ഇനി ഈക്വൽ എനർജി ഹാവ് ഈക്വൽ ലീനിയർ മൊമെൻ്റ്, വീണ്ടും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എന്താവും ഡയറക്ഷൻ നോക്കേണ്ടി വരും, ഇതും എന്താവും ഡയറക്ഷൻ നോക്കേണ്ടി വരും. അപ്പോൾ മൂന്നും എന്താവും തെറ്റിപ്പോവും. മാഗ്നിറ്റ്യൂഡ് സെയിം ആയാലും നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അവിടെ നേരെ തിരിച്ച് ചോദിച്ചുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റുമോ, ഇത് കുത്താൻ പറ്റും ഇല്ലേ. അപ്പോൾ ഇത് കറക്കുന്ന ഒലിക്കൊക്കെ എന്താണ്, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് മൂന്ന് ഒരേപോലെ വന്നുകൊണ്ട് ഇതിലേതെങ്കിലും വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എന്താക്കൂ, ഗസ് ചെയ്യും. ഒക്കെ ആൻസർ ഏതാണ്, ഇതാണ്. ഈക്വൽ ലീനിയർ മൊമെൻ്റ് ഹാവ് ഈക്വൽ വേവ് ലെങ്ത്, വെക്ടർ കൺസിഡറേഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നമ്മൾ എന്താക്കുകയാണ്, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഗ്രാഫിക്കൽ അനാലിസിസും പ്രോബ്ലം ഒക്കെ ആയിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട്, അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താക്കുക, ഇത് കാണുക, എന്താക്കുക, അതിന് ശേഷം ഇത് കണ്ടിട്ട് മാത്രം സെക്കൻഡ് വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു.